4-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന കപ്പദോക്യൻ പിതാക്കന്മാരെ പറ്റി നിങ്ങളുണ്ടാകും. കപ്പദോക്യ എന്ന് പറയുന്നത് തുർക്കി ഭാഗത്തുള്ള സ്ഥലമാണ് കപ്പദോക്യ. 4-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ മതപീഡന കാലമായി. അത് കഴിഞ്ഞു വന്ന 4-ാം നൂറ്റാണ്ട് AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈഡിക്റ്റ് ഓഫ് മിലാൻ വിളംബരത്തിലൂടെയാണ് മതസ്വാതന്ത്ര്യം ലഭിക്കുക. ക്രിസ്ത്യവിശ്വാസം പരസ്യമായി പ്രഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത് 313-ലാണ്. 325 അതിനുശേഷം ഈ ചക്രവർത്തി തന്നെ 1ാമത്തെ കൗൺസില് വിളിച്ചുകൂട്ടി, കൗൺസിൽ ഓഫ് നിഖ്യാ സുന്നോദോസ്. അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കപ്പദോക്യൻ പിതാക്കന്മാരെ പറ്റിയാണ് പറയുക. 3 പിതാക്കന്മാരെയാണ് കപ്പദോക്യൻ പിതാക്കന്മാരായി നമ്മൾ വിശേഷിപ്പിക്കുക. ഒന്ന് ബേസിൽ ദ ഗ്രേറ്റ്, വിശുദ്ധ ബസേലിയോസ്. 2ാമത് ഗ്രിഗറി നസിയാൻസൺ. 3ാമത് ഗ്രിഗറി ഓഫ് നീസ. ഈ 3 പിതാക്കന്മാരെയാണ് കപ്പദോക്യൻ പിതാക്കന്മാർ നമ്മൾ വിളിക്കുക. ഈ 3 പിതാക്കന്മാരിൽ വളരെ അഗ്രഗണ്യനായ ഒരു പിതാവായിരുന്നു ഗ്രിഗറി ഓഫ് നീസയിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്. അദ്ദേഹം തിരുനാളുകളെ പറ്റി പറയുന്ന ഒരു കാര്യം സൂചിപ്പിക്കുവാനായിട്ടാണ് ഞാൻ അവരെ സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു പുസ്തകത്തിന്റെ പേര് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി എന്നാണ്. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. അതിൽ അദ്ദേഹം എങ്ങനെയാണ് തിരുനാൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂചിപ്പിക്കുന്നു. 3 പ്രതീകങ്ങളെ അദ്ദേഹം ആ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. 1ാമത്തെ പ്രതീകം ഇങ്ങനെയാണ്: താഴ്വാരത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ അങ്ങകലെ വളരെ ദൂരത്ത് ഒരു പർവ്വതത്തിന്റെ മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു ദീപം കാണുകയാണ്. ഇയാൾ താഴ്വാരത്താണ് നിൽക്കുക. ദീപം കത്തിജ്വലിച്ചു നിൽക്കുന്നത് വളരെ ദൂരത്തുള്ള ഒരു മലയുടെ മുകളിൽ. ഇയാൾ ആ ദീപത്തെ ഇങ്ങനെ നോക്കി കണ്ടു. പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അതിൽ നിന്ന് മുഖം തിരിച്ചു. നല്ലതാണെന്നറിയാം, പ്രകാശമാണെന്നറിയാം, പക്ഷെ നോക്കി നിൽക്കാൻ താല്പര്യമില്ല. പെട്ടെന്ന് അദ്ദേഹം മുഖം തിരിച്ച് എതിർദിശയിലേക്ക് തിരിഞ്ഞു നിന്നു. ആ പ്രതീകം നമ്മളോട് പറയുന്നത് നന്മയോട്, നല്ലതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന മനുഷ്യന്റെ പ്രതീകമായിട്ടാണ്. നല്ലതാണെന്നൊക്കെ അറിയാം, പക്ഷേ മുഖം തിരിഞ്ഞു നിൽക്കത്തില്ല. അത് ആസ്വദിക്കാനോ അതിന്റെ നന്മകൾ ഉൾക്കൊള്ളാനോ ഒന്നും പരിശ്രമിക്കുകയല്ല. എല്ലാത്തിനോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീകം. 2ാമത്തെ പ്രതീകം ഇങ്ങനെയാണ്: താഴ്വാരത്ത് നിൽക്കുന്ന മനുഷ്യൻ അകലെ വളരെ ദൂരത്ത് പർവ്വതത്തിന്റെ മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു ദീപം കാണുകയാണ്. 1ാമത്തെ പ്രതീകത്തിലെ മനുഷ്യനെ പോലെ കണ്ട മാത്രയിൽ മുഖം തിരിഞ്ഞു നിൽക്കാനല്ല അദ്ദേഹം ആഗ്രഹിക്കുക, അതിൽ തന്നെ നോക്കി നിൽക്കുക. എത്ര മനോഹരമായ പ്രകാശം, എത്ര മനോഹരമായ ദീപം! ഈ താഴ്വാരത്ത് നിന്ന് അത് ദൂരെയുള്ള ഈ പ്രകാശം കണ്ട് അതിന്റെ നന്മയും അതിന്റെ വലിയ ആസ്വാദ്യതയും ഒക്കെ അദ്ദേഹം അനുഭവിക്കുകയാണ്. പക്ഷെ ഇയാൾക്കൊരു പ്രശ്നമുണ്ട്: അകന്നു നിന്നേ അതൊക്കെ ആസ്വദിക്കുക. നല്ലതാണെന്നറിയാം, അടുത്തോട്ട് പോകില്ല. 3ാമത്തെ പ്രതീകത്തിലെ മനുഷ്യനെ ഇങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുക: താഴ്വാരത്ത് നിൽക്കുന്ന മനുഷ്യൻ അകലെ വളരെ ദൂരത്ത് പർവ്വതത്തിന്റെ മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന ദീപം കാണുകയാണ്. 1ാമത്തെ പ്രതീകത്തിലെ മനുഷ്യനെ പോലെ കണ്ട മാത്രയിൽ മുഖം തിരിഞ്ഞു നിൽക്കാൻ ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. 2ാമത്തെ പ്രതീകത്തിലെ മനുഷ്യനെ പോലെ വളരെ അടുത്ത് നിന്ന് നല്ലതാണ് എന്ന് പറയാനല്ല ഇയാളുടെ ആഗ്രഹം. ഇയാൾ ചെയ്യുന്ന എന്താണ്? ഇയാൾ ആ ദീപത്തിന്റെ അടുത്തേക്ക്, എവിടെയാണോ അത് കത്തിജ്വലിച്ചു നിൽക്കുന്ന അതിന്റെ തൊട്ടടുത്ത്, അതിന്റെ തൊട്ട് മുമ്പിൽ പോയി നിന്ന് അത് ആസ്വദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കല്ലുകളും മുള്ളുകളും പടർപ്പുകളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. പക്ഷേ അയാൾക്കൊരു ലക്ഷ്യമുണ്ട്, സ്വപ്നമുണ്ട്. ഈ വെളിച്ചത്തിന്റെ, ഈ പ്രകാശത്തിന്റെ തൊട്ട് മുമ്പിൽ പോയി നിന്ന് ആവോളം അത് ആസ്വദിക്കാം. ഈ 3 പ്രതീകങ്ങളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊന്ന് ചിന്തിക്കുക. എല്ലാം നല്ലതാണ്. പെരുന്നാള്, ഇടവ് കൂട്ടായ്മ, വിശുദ്ധ കുർബാന, കൂദാശകള്, കുടുംബ കൂട്ടായ്മകള്, വ്യക്തിബന്ധങ്ങള്, കുടുംബ ജീവിതങ്ങള് നല്ലതാണെന്നറിയാം. പക്ഷേ പലപ്പോഴും മുഖം തിരിഞ്ഞേ നിൽക്കത്തുള്ളൂ. നമ്മൾ അതിനകത്ത് പെടുമോ എന്നൊന്ന് ആലോചിക്കുക തിരുനാൾ ദിവസം. 2ാമത്തെ പ്രതീകത്തിലെ മനുഷ്യനും അതും ചിലപ്പോൾ നമ്മളൊക്കെ ആയിരിക്കാം. അകന്ന് നീ കൊള്ളാം, എല്ലാം നന്നായി.
വളരെ നന്നായി എന്ന് നിന്ന് അഭിപ്രായമൊക്കെ നമ്മൾ പറയും. അകന്നേ നിൽക്കത്തുള്ളൂ, അടുത്തോട്ട് പോകത്തില്ല. കുർബാന നല്ലതാണ്, പക്ഷെ ഏറ്റവും പുറകിലെ പോയി നിൽക്കത്തുള്ളൂ. കുടുംബ കൂട്ടായ്മ നല്ലതാ, പക്ഷെ ആ വഴിക്ക് പോകില്ല. കൊള്ളാം. മൂന്നാമത്തെ പ്രതീകത്തിലെ മനുഷ്യനെ പോലെ ആകണം തിരുനാൾ ആഘോഷിക്കുന്നവൻ, അല്ലെങ്കിൽ അതാണ് യഥാർത്ഥ തിരുനാൾ എന്നാണ് ഈ ഫ്രം ഗ്ലോറി ടു ഗ്ലോറി എന്ന പുസ്തകത്തിൽ ഗ്രിഗറി ഓഫ് നീസ പറയുക. അതെന്താണ്? താഴ്വാരത്തു നിന്ന് നമ്മൾ ഈ പർവ്വതത്തിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്ന ദീപത്തിന്റെ തൊട്ടടുത്തേക്ക് പോകുന്നതിന്റെ പേരാണ് തിരുനാൾ. അവിടെ പോയി നിന്ന് അതിന്റെ മുഖാമുഖം കണ്ട് തൊട്ടടുത്ത് നിന്ന് ആവോളം പ്രകാശം ആസ്വദിച്ച് അനുഭവിച്ച് നമ്മുടേതായ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നതിന്റെ പേരാണ് തിരുനാൾ. ദേവാലയത്തിൽ നിന്നും ദൈവീക കാര്യങ്ങളിൽ നിന്നും കൂദാശകളിൽ നിന്നും ഒക്കെ നമ്മൾ അതിന്റെ തൊട്ടടുത്ത് നിന്ന് അതിനോട് ചേർന്ന് നിന്ന് അതിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ട് നമ്മുടെ താഴ്വാരങ്ങളാകുന്ന കുടുംബങ്ങളിലേക്കും ജീവിത സാഹചര്യങ്ങളിലേക്കും വിവിധ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന്റെ പേരാണ് തിരുനാൾ. ഈ തിരുനാൾ ശക്തി സ്വീകരിക്കാനും പ്രകാശം സ്വീകരിക്കുവാനും പ്രകാശത്തിന്റെ ആ വലിയ അനുഭവത്തിൽ തിരികെ പോകാനുമുള്ളതാണ്.